ക്രിസ്ത്യാനികളായ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മാസം, മെയ് മാസമോ ഒക്ടോബർ മാസമോ ആഗസ്റ്റ് മാസമോ മറ്റു മാസങ്ങളെക്കാളും പ്രാധാന്യമുള്ളത് അല്ല. ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും ആചരിക്കാൻ പാടില്ല. ഒരു ക്രിസ്ത്യാനിയുടെ ആരാധന എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഏതോ ചില മാസങ്ങൾ, ഏതോ ചില ആഴ്ചകൾ, ഏതോ ചില ദിവസങ്ങൾ അതിലേക്കായി ഒതുക്കി നിർത്താനുള്ളതല്ല. വർഷത്തിലെ 365 ദിവസവും നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ യാഗമാക്കി സമർപ്പിക്കണം. ഇതാണ് ബുദ്ധിയുള്ള ആരാധന, യഥാർത്ഥ ആരാധന എന്ന് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വർഷത്തിലെ 365 ദിവസവും വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം. നമ്മെ സംബന്ധിച്ച് എല്ലാ ദിവസവും വിശുദ്ധിയിൽ ജീവിക്കണം. ഇതിനേക്കാൾ അപ്പുറമായി മറ്റൊന്നുമില്ല. വിശുദ്ധരെ ഓർമ്മിക്കുവാനായി തിരുനാളുകൾ നടത്തുവാൻ പഴയ നിയമവും പുതിയ നിയമവും അനുവദിക്കുന്നില്ല എന്ന് എനിക്ക് വ്യക്തമായി. അതുകൊണ്ട് വിശുദ്ധരുടെ പ്രതിമകളെ എഴുന്നള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പെരുന്നാളുകളിലും ഞാൻ പങ്കെടുക്കുകയില്ല. നമ്മൾ വിശുദ്ധരുടെ മാതൃകയാണോ യേശുവിൻ്റെ മാതൃകയാണോ പിന്തുടരേണ്ടത്? ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കാൻ വേണ്ടിയാണ് ക്രിസ്ത്യാനികളായ നമ്മെ ക്രിസ്തു വിളിച്ചിരിക്കുന്നത്. വിശുദ്ധരെന്ന് പറയുന്നവരൊക്കെ മനുഷ്യരാണ്. അവർക്ക് അവരുടേതായ ബലഹീനതകളുണ്ട്. സമ്പൂർണ്ണ മാതൃക യേശു ക്രിസ്തുവാണ്. ക്രിസ്ത്യാനിയാണെങ്കിൽ യേശു ക്രിസ്തുവിനെയാണ് ജീവിത മാതൃകയാക്കേണ്ടത്. 1 പത്രോസ് 2-ാം അധ്യായം 21 മുതൽ വായിക്കുന്നു. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോകം വിശുദ്ധരെന്ന് പറയുന്നവരുടെ പിന്നാലെ പോകാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. നാം അനുകരിക്കാൻ വേണ്ടി ക്രിസ്തു നമുക്ക് ഒരു മാതൃക തന്നിട്ടുണ്ട്. അത് സമ്പൂർണമായ മാതൃകയാണ്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും ഒരു വിശുദ്ധനും നമുക്ക് വേണ്ടി സഹിച്ചിട്ടില്ല. ഒരു വിശുദ്ധനും നമുക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചിന്തി മരിച്ചിട്ടില്ല. ഇനി അവർ സഹിച്ചാലും അവർ മരിച്ചാലും നമുക്ക് അവരുടെ സഹനം വഴിയോ മരണം വഴിയോ ആത്മരക്ഷയോ സ്വർഗരാജ്യ പ്രവേശനമോ പാപമോചനമോ ലഭിക്കുകയില്ല. നമുക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു. അങ്ങനെയാണ് നാം പാപമോചനം നേടിയത്. നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ യേശുക്രിസ്തുവിനെയാണ് നാം അനുഗമിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇതിൽ കുറഞ്ഞ ഒന്നല്ല ക്രിസ്തീയ ജീവിതം. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. യേശുക്രിസ്തു മാത്രമാണ് പാപം ചെയ്യാത്തവൻ. ക്രിസ്തു പാപം അറിഞ്ഞിട്ടില്ല. ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഇന്ന് വിശുദ്ധരെന്ന് നമ്മൾ പറയുന്ന എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട്. ഒരുവൻ എങ്ങനെയാണ് വിശുദ്ധനാകുന്നത്? യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ പാപമോചനം പ്രാപിക്കുമ്പോഴാണ് ഒരു പാപി വിശുദ്ധനാകുന്നത്. എന്നാൽ യേശുവാകട്ടെ സമ്പൂർണമായി പരിശുദ്ധനാണ്. ക്രിസ്തു പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല. ആ ക്രിസ്തുവിനെയാണ് നമ്മൾ ജീവിത മാതൃകയാക്കേണ്ടത്. 22-ാം വാക്യം മുതൽ അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല.
പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. ക്രിസ്തുവിനെ അനുഗമിച്ചാൽ മാത്രമേ നമ്മളും യേശുക്രിസ്തുവിൻ്റെ ദിവ്യസ്വഭാവം പ്രതിഫലിപ്പിക്കുന്നവരായി മാറുകയുള്ളൂ. ഏതെങ്കിലും ഒരു വിശുദ്ധനെ അനുഗമിക്കാനും അനുകരിക്കാനും നാം ശ്രമിച്ചാൽ ആ വിശുദ്ധനെ പോലെ നമ്മളായി എന്ന് വരും. പക്ഷെ ഒരിക്കലും യേശുക്രിസ്തുവിനെ പോലെ നാം മാറുകയില്ല. യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കുക, ഇതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുള്ള പരമമായ ദൈവഹിതം. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിത മാതൃക യേശുക്രിസ്തു തന്നെ ആയിരിക്കണം. യേശുക്രിസ്തുവിനെ അല്ലാതെ ഈ ലോകം വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളെ അനുകരിക്കാനും അനുഗമിക്കാനും നാം സമയം മാറ്റിവെച്ചാൽ നാം ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവമുള്ളവരായി മാറുകയില്ല. എനിക്ക് മറ്റൊരു സംശയമുണ്ട്. ഞാനൊരു ക്രിസ്തീയ പള്ളി പണിയുകയാണെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തിലാണോ, മറിയത്തിൻ്റെ നാമത്തിലാണോ, പത്രോസിൻ്റെ നാമത്തിലാണോ, പൗലോസിൻ്റെ നാമത്തിലാണോ പണിയേണ്ടത്? ബ്രദർ, ഒരു ക്രിസ്തീയ പള്ളി പണിയുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അത് പണിയേണ്ടത്. മറിയത്തിൻ്റെ നാമത്തിലോ പൗലോസിൻ്റെ നാമത്തിലോ പത്രോസിൻ്റെ നാമത്തിലോ ക്രിസ്തീയ പള്ളി പണിയുവാൻ ബൈബിൾ നമുക്ക് അനുവാദം തരുന്നില്ല. പള്ളി പണിയുന്ന കാര്യം മാത്രമല്ല, നമ്മുടെ മൊത്തം ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവനാമ മഹത്വമായിരിക്കണം. ഒരു സൃഷ്ടിയെ മഹത്വപ്പെടുത്താൻ വേണ്ടി നാം ഒന്നും ചെയ്യരുത്. 1 കൊരിന്ത്യർ 10:31 നമ്മോട് പറയുന്നത്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണം. ഭക്ഷണം കഴിച്ചാലും കുടിച്ചാലും പള്ളി പണിതാലും എല്ലാം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. ജീവനോടെ ഇരിക്കുന്ന മനുഷ്യരുടെ മഹത്വത്തിന് വേണ്ടിയോ മരിച്ചുപോയ മനുഷ്യരുടെ മഹത്വത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ഞാൻ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മറിയത്തിൻ്റെയും നാമത്തിൽ ഒരു പള്ളി പണിത് അതിനകത്ത് യേശുവിനെ ആരാധിക്കുകയാണെങ്കിൽ എൻ്റെ ആരാധന സ്വീകരിക്കുവാൻ യേശു അവിടെ വരുമോ? ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ, അതായത് യേശുവിൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഒരു വീട്ടിലായിരിക്കാം, ഒരു വൃക്ഷച്ചുവട്ടിലായിരിക്കാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ യേശുവുണ്ട്. ഒരു കെട്ടിടത്തിനകത്തോ കെട്ടിടത്തിന് പുറത്തോ ദൈവമക്കൾ ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമായി യേശുവിൻ്റെ നാമത്തിലാണ് സമ്മേളിക്കുന്നതെങ്കിൽ യേശു അവരുടെ നടുവിൽ ഉണ്ട്. പക്ഷേ മറിയത്തിൻ്റെ നാമത്തിലോ പത്രോസിൻ്റെ നാമത്തിലോ യാക്കോബിൻ്റെ നാമത്തിലോ പൗലോസിൻ്റെ നാമത്തിലോ നമ്മൾ പള്ളി പണിയുകയും അതിനകത്ത് യേശുവിനെ നമ്മൾ ആരാധിക്കുകയും ചെയ്താൽ ആ ആരാധന സ്വീകരിക്കുവാൻ യേശുക്രിസ്തു വരുമെന്ന് നമുക്കെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നമ്മൾ യേശുക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ പള്ളി പണിയുന്നതും മറ്റെല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയായിരിക്കണം. ഉദാഹരണത്തിന്, ബ്രദർ പൗലോസിൻ്റെ നാമത്തിലൊരു പള്ളി പണിത് അതിനകത്ത് യേശുവേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശു ബ്രദറിനോട് ചോദിക്കും, നീ എന്നോട് അപേക്ഷിക്കുന്നു എങ്കിൽ എൻ്റെ നാമത്തിൽ എന്തുകൊണ്ട് ഈ പള്ളി പണിതില്ല? ബ്രദർ പൗലോസിൻ്റെ നാമത്തിൽ ഒരു പള്ളി പണിത് ആ പള്ളിക്കകത്തിരുന്ന് യേശുവിനെ ആരാധിക്കാൻ ശ്രമിച്ചാൽ യേശു ചോദിക്കും, നീ എന്നെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഒരു സൃഷ്ടിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ കെട്ടിടത്തിനകത്തേക്ക് എനിക്കെങ്ങനെ വരാൻ പറ്റും? നീ എന്നെ ആരാധിക്കുന്നുവെങ്കിൽ നീ ചെയ്യുന്ന സകലവും
എൻ്റെ നാമത്തിൽ ആയിരിക്കണം. ക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം പിതാവ് ചെയ്തു തരും. അതുകൊണ്ട് ബ്രദർ അഥവാ ഒരു പള്ളി പണിയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് പത്രോസിൻ്റെ നാമത്തിലോ പൗലോസിൻ്റെ നാമത്തിലോ മറിയത്തിൻ്റെ നാമത്തിലോ ആകരുത്. ബ്രദർ ചെയ്യുന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ. ഇനി ബ്രദർ പത്രോസിൻ്റെ നാമത്തിലോ പൗലോസിൻ്റെ നാമത്തിലോ മറിയത്തിൻ്റെ നാമത്തിലോ ഒരു പള്ളിക്കെട്ടിടം പണിത് അതിനകത്ത് ബ്രദർ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുവാൻ യേശു ബാധ്യസ്ഥനാണോ? ബ്രദറിന് ബോധിച്ച ഒരു വിശുദ്ധൻ്റെ നാമത്തിൽ ബ്രദർ ഒരു പള്ളി പണിത് അതിനകത്ത് യേശുവിനെ ആരാധിക്കാൻ ബ്രദർ തുനിഞ്ഞാൽ ആ ആരാധന സ്വീകരിക്കുവാൻ യേശു അങ്ങോട്ട് വരും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് പള്ളി പണിതാലും മറ്റെന്തെല്ലാം ചെയ്താലും ഇതൊന്നും ജീവനോടിരിക്കുന്നവരുടെ നാമത്തിലോ മരിച്ചു പോയവരുടെ നാമത്തിലോ ആകരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കിട്ടണം. കാരണം എല്ലാ നാമങ്ങളിലും വെച്ച് വലിയ നാമം യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. മറിയത്തിൻ്റെ നാമമല്ല, പത്രോസിൻ്റെ നാമമല്ല, യാക്കോബിൻ്റെ നാമമല്ല, എല്ലാ നാമങ്ങളിലും വെച്ച് വലിയ നാമം. സ്വർലോകത്തിലുള്ളവരുടെയും ഭൂലോകത്തിലുള്ളവരുടെയും അധോലോകത്തിലുള്ളവരുടെയും മുഴങ്കാലുകളെല്ലാം യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ മടങ്ങുകയും യേശുക്രിസ്തു മാത്രം ഏക കർത്താവ് എന്ന് സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു നാൾ വരും. എല്ലാ നാമങ്ങൾക്കും മീതെയുള്ള നാമമാണ് യേശുക്രിസ്തുവിൻ്റെ നാമം. അതുകൊണ്ട് ബ്രദർ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ പള്ളി പണിതാലും തിന്നാലും കുടിച്ചാലും എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആയിരിക്കണം. വേറെ ഏതെങ്കിലും നാമങ്ങൾക്ക് മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. ഉദാഹരണമായി ബ്രദർ പൗലോസിൻ്റെയോ പത്രോസിൻ്റെയോ മറിയത്തിൻ്റെയോ നാമത്തിൽ ഒരു പള്ളി പണിത് ആ പള്ളിക്കകത്തിരുന്ന് ഇപ്രകാരം യേശുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് ചിന്തിക്കുക. യേശുവേ, ഞാൻ ഈ മറിയത്തെ ആരാധിക്കുന്നില്ല, പത്രോസിനെ ആരാധിക്കുന്നില്ല, പൗലോസിനെയും ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിക്കുന്നത് അങ്ങയെ മാത്രമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ യേശു എന്തായിരിക്കും ബ്രദറിനോട് പറയുക? നീ എന്നെയാണ് ആരാധിക്കുന്നതെങ്കിൽ നീ എന്നെ ആയിരിക്കണം മഹത്വപ്പെടുത്തേണ്ടത്. നീ എന്നെയാണ് ആരാധിക്കുന്നത് എങ്കിൽ നിശ്ചയമായും എൻ്റെ വചനങ്ങൾക്ക് കീഴ്പ്പെട്ടേനെ. ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും കൊടുക്കുകയില്ല. ദൈവങ്ങളല്ലാത്ത സൃഷ്ടികളുടെ പേരിൽ ഒരു ചർച്ച് പണിയുവാൻ നിന്നോട് ആര് പറഞ്ഞു? നിനക്ക് ബോധിച്ച രീതിയിലുള്ള ഒരു കെട്ടിടം പണിത് അതിന് നിനക്കിഷ്ടമുള്ള നാമകരണവും നടത്തി അതിനുള്ളിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ആരാധനയും ദൈവമായ ഞാൻ സ്വീകരിക്കണമെന്ന് എന്താണ് നിർബന്ധം? എൻ്റെ വചനങ്ങൾക്ക് കീഴ്പ്പെടാതെ സ്വന്തം ബുദ്ധി അനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ ഞാൻ അംഗീകരിക്കുന്നില്ല. അവരുടെ ആരാധനയും അവരുടെ പ്രാർത്ഥനയും ഞാൻ സ്വീകരിക്കുകയില്ല. പത്രോസും പൗലോസും മറിയവും എൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടികളെ മഹത്വപ്പെടുത്തുന്നവരുടെ ആരാധന ഞാൻ സ്വീകരിക്കുകയില്ല. നിശ്ചയമായും കർത്താവ് ബ്രദറിനോട് ഇപ്രകാരം സംസാരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. റോമാലേഖനം 1-ാം അധ്യായം 22 23 വാക്യങ്ങൾ. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. 25 26 വാക്യങ്ങൾ. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. 26 വാക്യം. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു.
അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. പൗലോസിൻ്റെ നാമത്തിൽ ഒരു പള്ളി പണിയുവാൻ പൗലോസ് അനുവദിക്കുമായിരുന്നോ? യേശുക്രിസ്തുവിൻ്റെ വിശ്വസ്തദാസനായിരുന്നു പൗലോസ്. അദ്ദേഹം മരിച്ച് ഏകദേശം 2000-ഓളം വർഷമായി. ഇന്ന് പൗലോസ് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ നാമത്തിൽ, പൗലോസിൻ്റെ നാമത്തിൽ ഒരു പള്ളി പണിയുവാൻ ആരെയും അനുവദിക്കില്ല. കാരണം പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ഒരേയൊരു ലക്ഷ്യം യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക, അതുമാത്രം. പൗലോസ് പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നുവെങ്കിലും ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഒരിക്കൽ പൗലോസിനെയും ബർണബാസിനെയും അവർ ചെയ്ത ഒരു അത്ഭുതം നിമിത്തം മാല ചാർത്താനായും ആദരിക്കാനും ജനം തുടങ്ങിയപ്പോൾ പൗലോസ് അത് തടുക്കുന്നുണ്ട്. പൗലോസ് ഒരിക്കലും തൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനോ ഉയർത്തുവാനോ ആഗ്രഹിച്ച വ്യക്തിയല്ല. യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധനും അവരുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരല്ല. സ്നാപക യോഹന്നാൻ എന്താ പറഞ്ഞത്? ഞാനോ കുറയണം, അവനോ വളരണം. യഥാർത്ഥ വിശുദ്ധരൊക്കെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് പൗലോസാകട്ടെ, പത്രോസാകട്ടെ, മറിയമാകട്ടെ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ നാമത്തിൽ ഒരു പള്ളി പണിയുവാൻ ആരെയും അവർ അനുവദിക്കുമായിരുന്നില്ല. നമ്മുടെയും ജീവിതത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം 1 കൊരിന്ത്യർ 10:31 ആയിരിക്കണം. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണം. പൗലോസിൻ്റെ മഹത്വത്തിനായോ മറിയത്തിൻ്റെ മഹത്വത്തിനായോ പത്രോസിൻ്റെ മഹത്വത്തിനായോ ഒന്നും ചെയ്യുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി മാത്രം ചെയ്യണം. എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ ദൈവവചനത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അവയാലൊന്നും ദൈവമക്കളായ നാം സ്വാധീനിക്കപ്പെടരുത്. ലോകത്തെയും അതിലെ വസ്തുക്കളെയും സ്നേഹിക്കരുത്. യാക്കോബ് അപ്പസ്തോലൻ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. 1-ാം നൂറ്റാണ്ടിലെ ആദിമ ക്രിസ്ത്യാനികൾ സ്തേഫാനോസ് മരിച്ചപ്പോൾ സ്തേഫാനോസിൻ്റെ നാമത്തിൽ ഒരു പള്ളി പണിതില്ല. യാക്കോബ് രക്തസാക്ഷിയായപ്പോൾ ആദിമ ക്രിസ്ത്യാനികൾ യാക്കോബിൻ്റെ നാമത്തിൽ ഒരു പള്ളി പണിതില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏക ആധാരം ഇന്ന് കാണുന്ന പാരമ്പര്യങ്ങളല്ല, ദൈവത്തിൻ്റെ വചനമാണ് വിശുദ്ധ ബൈബിൾ. ഇതുമാത്രമാണ് ദൈവമക്കളായ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏക അടിസ്ഥാനം. ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. ജീവൻ്റെ വഴി ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്. നാശത്തിൻ്റെ വഴി വിശാലമായ വഴിയാണ്, അതിലൂടെ അനേകർ പോകുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായി മനുഷ്യർക്ക് മഹത്വം കൊടുക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ദൈവമക്കളായ നമ്മൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം ചെയ്യണം. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ.
എല്ലാം അങ്ങേ മഹത്വത്തിനായെല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ തിരുനാമം ഉയർന്നിടട്ടെ വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിൻ ജനം വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിൻ ജനം നിന്റെ പൊന്നു നാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ എല്ലാം അങ്ങേ മഹത്വത്തിനായെല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ തിരുനാമം ഉയർന്നിടട്ടെ തീർന്നിടേണമേ പ്രിയനേ തിരുനാമം ഉയർന്നിടട്ടെ. ഈ ഭൂമിയിൽ ധാരാളം കഷ്ടം സഹിച്ച് വേദന സഹിച്ച് സൽപ്രവൃത്തികൾ ചെയ്ത് മരിച്ചുപോയ ധാരാളം വ്യക്തികൾ ഉണ്ട്. അവരുടെ നാമത്തിൽ പള്ളികൾ പണിയുവാൻ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നില്ല. ഇനി സഹോദരൻ്റെ കാര്യം തന്നെ ചിന്തിക്കാം. സഹോദരൻ വളരെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. സഹോദരൻ മരിച്ചുപോയാൽ സഹോദരൻ്റെ സഭയിലെ അംഗങ്ങൾ സഹോദരനെ മഹത്വപ്പെടുത്താൻ വേണ്ടി സഹോദരൻ്റെ പേരിൽ ഒരു പള്ളി പണിയാനോ സഹോദരൻ്റെ പ്രതിമയുണ്ടാക്കി ആ ചർച്ചിനകത്ത് വയ്ക്കാനോ പാടില്ല. മനുഷ്യർക്ക് മഹത്വം കൊടുത്താൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റില്ല. മാത്രമല്ല, സൃഷ്ടികൾക്ക് നമ്മൾ മഹത്വം കൊടുത്താൽ, സൃഷ്ടികളുടെ എന്തെങ്കിലും യോഗ്യത കണ്ട് നാം സൃഷ്ടികൾക്ക് മഹത്വം കൊടുത്താൽ ദൈവത്തിൻ്റെ പ്രസാദമല്ല നമ്മിലേക്ക് വരിക, ദൈവത്തിൻ്റെ ക്രോധമാണ് വരിക. ആ കാര്യം ബൈബിളിൽ പറയുന്നുണ്ടോ? തീർച്ചയായും. സൃഷ്ടികളെ മഹത്വപ്പെടുത്തിയാൽ നമുക്ക് വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് റോമാലേഖനം 1-ാം അധ്യായത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 23 മുതൽ വായിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായം 23 മുതൽ വായിക്കുന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. ഒരു വലിയ തിന്മയെക്കുറിച്ച് ഇവിടെ പറയുന്നു. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവർ സൃഷ്ടാവിനെ ആരാധിച്ചില്ല എന്നല്ല പറയുന്നത്. അവർ സൃഷ്ടാവിനെ ആരാധിച്ചു, പക്ഷേ അവർ പ്രാധാന്യം കൊടുത്തത് സൃഷ്ടികൾക്കാണ്. ഇവിടെ പറയുന്നവർ ഇവർ സൃഷ്ടാവിനെ ആരാധിക്കാത്തവരല്ല, ഇവർ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്താത്തവരല്ല. പക്ഷേ ഇവർ ചെയ്തത് സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്നതിനേക്കാളും കൂടുതലായി സൃഷ്ടികളെ മഹത്വപ്പെടുത്തി. അക്കാരണത്താലാണ് ദൈവം അവരെ കൈവിട്ടത്. ഇന്ന് പലരും പറയും, ഞങ്ങൾ കർത്താവിനെ തന്നെയാണ് ആരാധിക്കുന്നത്, ഞങ്ങൾ കർത്താവിനെ തന്നെയാണ് മഹത്വപ്പെടുത്തുന്നത്. അങ്ങനെ പറയുന്ന പലരുടെയും പ്രവൃത്തികൾ നോക്കിയാൽ, പലരുടെയും പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ, സൃഷ്ടാവിനേക്കാളും ഉപരിയായി സൃഷ്ടികൾക്ക് മഹത്വം കൊടുക്കുന്ന രീതിയിലാണ് അവരുടെ പ്രാർത്ഥനാ ജീവിതവും
അവരുടെ മറ്റു പല പ്രവൃത്തികളും എന്ന് കാണാൻ കഴിയും. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഇവരെ ദൈവം നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കാരണം സൃഷ്ടാവിനെ മഹത്വപ്പെടുത്താത്തത് കൊണ്ടല്ല, സൃഷ്ടാവിനേക്കാളും ഉപരിയായി സൃഷ്ടിയെ മഹത്വപ്പെടുത്തിയത് കൊണ്ടാണ് ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. പലരുടെയും പ്രാർത്ഥനാ ജീവിതം ശ്രദ്ധിച്ചാൽ സൃഷ്ടികളോടാണ് അധിക സമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പേരിന് സൃഷ്ടാവിനോടും പ്രാർത്ഥിക്കും. ദൈവത്തിന് എത്രമാത്രം പ്രകോപനപരമായ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്ന് അവർ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. 26-ാം വാക്യം മുതൽ, അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. അവരുടെ തെറ്റ് എന്തായിരുന്നു? സൃഷ്ടാവിനേക്കാളും ഉപരിയായി സൃഷ്ടിയെ മഹത്വപ്പെടുത്തി സേവിച്ചു. സൃഷ്ടികളെ മഹത്വപ്പെടുത്തുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഏത് വിശുദ്ധനാണെന്ന് പറഞ്ഞാലും സൃഷ്ടികളെ മഹത്വപ്പെടുത്തുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ആമേൻ. ഏതെങ്കിലും ഒരു വ്യക്തിയെയോ സഭാ നേതാവിനെയോ തിരുമേനി എന്ന് എനിക്ക് വിളിക്കാമോ? വാസ്തവത്തിൽ തിരുമേനി എന്ന് വിളിക്കുവാൻ അർഹത നേടിയ ഒരു മേനി മാത്രമേ ഈ ഭൂമിയിൽ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരു പാപവും ചെയ്യാത്ത യേശുവിൻ്റെ മേനിയാണ് തിരുമേനി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് യഥാർത്ഥ തിരുമേനി. ആ ക്രിസ്തുവിൻ്റെ തലയിൽ സ്വർണ്ണ കിരീടമല്ല, മുൾക്കിരീടമാണ്. അങ്ങനെ ഇരിക്കെ ഈ ലോകത്തിൽ പാപം ചെയ്യുന്ന മേനികൾ തിരുമേനികളെന്ന് അവകാശപ്പെട്ട് തിളങ്ങുന്ന കിരീടവുമായി നടക്കുമ്പോൾ അവരെ ബ്രദറിനെ എങ്ങനെ തിരുമേനി എന്ന് വിളിക്കാൻ പറ്റും? കാരണം പാപം ചെയ്യാത്ത ദേഹമുള്ളവനാണ് തിരുമേനി. അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൻ്റെ തലയിൽ ഇരിക്കുന്നത് മുൾമുടിയാണ്. ഈ ലോകത്തിൽ പാപം ചെയ്യുന്ന ചിലർ തിളങ്ങുന്ന തൊപ്പിയുമായി നടക്കുമ്പോൾ അവരെയൊക്കെ എങ്ങനെ തിരുമേനി എന്ന് വിളിക്കാൻ പറ്റും? ഇവിടെ തിരുമേനികൾ എന്ന് സ്വയം പേരെടുത്തവരായാലും അവർ മരിച്ചാൽ അവരുടെ മേനി അഥവാ ദേഹം പുഴു തിന്നും. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ ശരീരം പുഴു തിന്നില്ല. യേശു ക്രിസ്തുവാണ് വാസ്തവത്തിൽ എൻ്റെ തിരുമേനി. എനിക്ക് ഒറ്റ തിരുമേനി മാത്രമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മുൾമുടി വെച്ചു നടന്നവനെന്നുടെ പ്രിയതമനെന്നോർക്കുമ്പോൾ ഞാൻ, മുൾമുടി വെച്ചു നടന്നവനെന്നുടെ പ്രിയതമനെന്നോർക്കുമ്പോൾ ഞാൻ, പൊന്മുടി വെച്ചു നടക്കുന്നവരെ തിരുമേനികളെന്നെണ്ണാമോ, പൊന്മുടി വെച്ചു നടക്കുന്നവരെ തിരുമേനികളെന്നെണ്ണാമോ. മുൾമുടി വെച്ചു നടന്നവനെന്നുടെ പ്രിയതമനെന്നോർക്കുമ്പോൾ ഞാൻ, പൊന്മുടി വെച്ചു നടക്കുന്നവരെ തിരുമേനികളെന്നെണ്ണാമോ, പൊന്മുടി വെച്ചു നടക്കുന്നവരെ തിരുമേനികളെന്നെണ്ണാമോ. കാൽവരിക്കുരിശിന്മേലെന്നുടെ രക്ഷകനെ ഞാൻ കാണുമ്പോൾ, Lord, you're holy, Lord.